ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഓരോ പാത്രങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ഫുള്ള് ഞാൻ ഓരോന്നിച്ച് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണില്ലേ, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു തേങ്ങ ചിരകണ സാധനം കേട്ടോ. കുട്ടികൾക്ക് നല്ല ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. എങ്ങനെയൊരു തേങ്ങ ചിരക എൻ്റെ കൈയെടുത്ത് എങ്ങനെ വിരടിച്ചു ഇങ്ങനെ ചിരകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ? അടുത്ത് വരുന്നത് നമ്മളോട് അടുപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള അടുപ്പാട്ടോ. എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഞാൻ കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. കണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന അടുപ്പാണ് കേട്ടോ. വിറക് വേണമെങ്കിൽ കീർക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടാം. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിക്കൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പാത്രം കണ്ടാലോ? ഇതൊരു നൂൽപുട്ടൊക്കെ ചുടാൻ, ഇഡലിയൊക്കെ ചുടാൻ പറ്റിയ ഒരു പാത്രമാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാത്രമാണ്. എല്ലാവരും മേടിച്ചോളൂ കേട്ടോ. എല്ലാതും കൂടി സെറ്റായിട്ടാണ് വരുന്നത്. എല്ലാതും മേടിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത പാത്രം കണ്ടാലോ? അടുത്തത് നമ്മളെ കുട്ടികൾക്കൊക്കെ ചോറ് തിന്നാൻ പറ്റിയ ഒരു പാത്രമാണ് കേട്ടോ. കണ്ടോ, നല്ല ക്വാളിറ്റിയിലൊക്കെ മേടിച്ചതാണ് ഞങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത പാത്രം കണ്ടാലോ? അടുത്ത നമ്മളതൊരു കത്തി കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നല്ല മുറിച്ചൊക്കെ ഉണ്ട് കത്തി കേട്ടോ. ഇങ്ങനെ കേക്കൊക്കെ മുറിക്കട്ടോ. അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ വരുന്നൊരു കത്തിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത സാധനം കണ്ടാലോ? അടുത്തത് നമ്മളിവിടെ ചോറ്റും കോരിയാണ് കേട്ടോ. ചോറ് തിന്നുമ്പോൾ ഇങ്ങനെ ചോറ് ഇങ്ങനെ വാരാട്ട് കോരിയാട്ടോ. കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം കണ്ടാലോ? അടുത്ത സാധനം ഇതാട്ടോ. നല്ലൊരു പാത്രമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രമാണ് കേട്ടോ. പിന്നെ ഒരു പാത്രം കൊണ്ടുണ്ട് ഞാൻ ഇപ്പം കാണിച്ചതാണ് ഇഷ്ടപ്പെട്ട. ഇതാണ് കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട പാത്രം. എനിക്ക് നല്ല വെയിറ്റുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട. ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഇതിലാട്ടാണ് ഉണ്ടാക്കലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മേടിക്കണം കേട്ടോ. നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ? അടുത്ത ഇങ്ങനത്തെ ഒരു തേങ്ങ ഒക്കെ ചിരകാൻ പറ്റും. ഇങ്ങനെ ചിരക്കൂലേ, അതാണ് സാധനം. നല്ല ക്വാളിറ്റിയിൽ വരുന്നത്. പിന്നെ ഓട്ടപ്പാത്രം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. വലിയവർക്ക് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ബുൾസൈ പറഞ്ഞാൽ എന്താ സാധനം എന്നറിയാം? ഇതാണ് ബുൾസൈ ഉണ്ടാക്കുന്ന ചട്ടി. കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ് കേട്ടോ. നമുക്ക് നല്ല മുട്ടൊക്കെ പൊരിക്കാൻ പറ്റിയ ഇങ്ങനെ മുട്ട പൊരിക്കില്ല നമ്മൾ, ഒക്കെ പൊരിക്കാൻ പറ്റിയ സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത സാധനങ്ങൾ കണ്ടാലോ? അടുത്ത സാധനം നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്ലാസ് ആട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ? അപ്പോൾ അടുത്തത് കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാധനമാണ്. നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. നല്ല സ്പേസും ക്യാരിങ്ങിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അടുത്ത പാത്രം കണ്ടാൽ അടുത്തത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടൂലേ, ആ സാധനം കേട്ടോ. ഇങ്ങനെ തൈരിങ്ങനെ ഉരുട്ടൂല, ആ സാധനം കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാധനമാണ്. ഇനി എനിക്കൊന്നും കൂടി സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒക്കെ ഞാൻ പൈസ ഒരുക്കി വെച്ചിട്ട് മേടിക്കുള്ളൂ. നമുക്കിനി അടുത്ത സാധനം കണ്ടാൽ ഇതാണ് നമ്മളെ ചോറൊക്കെ ഇതാക്കാൻ പറ്റിയ ഒരു നല്ല സ്പൈസുണ്ട് ഒരു പാത്രമാണ്. കണ്ടോ, നല്ല ഒരു സ്റ്റീലിൻ്റെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ. നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാൽ അടുത്താണ് നമുക്ക് ഇങ്ങോട്ട് ന്യൂഡിൽസൊക്കെ തിന്നാൻ പറ്റിയ ഒരു സ്പൂണ്. നല്ല ക്വാളിറ്റിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് നല്ലൊരു പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് നല്ല ക്വാളിറ്റിയിലൊക്കെ വരുന്നതാണ്. നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ? അടുത്ത് വരുന്നത് നമ്മളുടെ ഒരു ചട്ടുകാണ് കേട്ടോ. കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചട്ടുകാണ്. നമ്മളിങ്ങനെ കൂരൊക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാൽ അപ്പോൾ ഇതാട്ട സാധനം. നമ്മളിങ്ങനെ മാങ്ങ ഒക്കെ ഇങ്ങനെ എടുക്കൂലേ, ഇങ്ങനെ എടുത്തുകൊണ്ട് നട് തിന്നില്ലേ, ആർക്കാൾക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കൂലേ നമ്മൾ, ആ സാധനം ഉണ്ട്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന, നല്ല ഉള്ളൊക്കെ ചളിയൊന്നും ആവാതെ ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാമാനമാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം ഇതാട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാത്രമാണ്. നമുക്ക് അടുത്ത സാധനം കണ്ടാലോ? അടുത്ത സാധനമേ എങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാത്രമാണ്. നമുക്ക് അടുത്ത സാധനം കണ്ടാലോ? ഇതൊരു പത്തിരിക്കോലാട്ടോ. ഇങ്ങനെ ഒട്ടാൻ പറ്റിയ ഒരു പത്തിരിക്കോലാണിത്. എല്ലാവർക്കും അറിയാം. അടുത്ത ഇതാട്ടോ, നേരത്തെ ഞാനൊരു ഇത് കാണിച്ചത് കോല് ഇതിമുണ്ടായിരുന്നു കേട്ടോ. പത്തിരിയൊക്കെ ചുടാൻ പറ്റൂട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സാധനം അടുത്ത് വരുന്ന ഈ സാധനം കേട്ടോ. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരും. ഇനി അടുത്ത സാധനം അടുത്ത സാധനം ഇതാട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഉള്ളിൽ സ്പേസൊക്കെ
കണ്ടോ ഓക്കെ. നമുക്ക് ഇനി അടുത്ത സാധനം അടുത്ത് വരുന്ന ഒരു സ്പൂൺ കേട്ടോ. നമ്മളെ മാവ് നല്ല കോരി നല്ല സ്പൈസ് ഉള്ളിൽ നല്ല സ്പൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോളൂ. അപ്പോൾ എനിക്ക് നമുക്ക് അടുത്ത സാധനം. അപ്പോൾ ഇതും നല്ലൊരു ദോശ ചുടാൻ പറ്റിയ ചട്ടിയാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം അടുത്ത ഇതാണ് കേട്ടോ. നല്ല ഉള്ളിൽ സ്പൈസ് ഒക്കെ ഉണ്ടതാട്ടോ. നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സാധനം കണ്ടാലോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ഓട്ടപാത്രം. ഇതാണ് നമ്മളോട് ഓരോ ഓട്ടപാത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓട്ടപാത്രം ഉണ്ട് പറഞ്ഞത്. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇനി ഇതാക്കാം. ബൈ ബൈ പറഞ്ഞേ മോളെ. ബൈ ബൈ. സീ യു. അസ്സലാമലൈക്കും. അപ്പോൾ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ഇത് കാണണ്ടേ, ലൈക്ക് അടിച്ചണം, കമൻറ്റ് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് മോർണിംഗ്.